ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ US മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വാർ ഫ്രണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് ന്യൂസും നമുക്ക് വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ മാർക്കറ്റ്സും ഒരു പരിധിവരെ രാവിലെ ഭയങ്കരമായിട്ട് കയറിയതിനു ശേഷം RBIയുടെ ഒരു പോളിസി ബാങ്ക്സിന് വന്നതിൻ്റെ പുറത്ത് ബാങ്ക്സ് ആണ് പൊതുവെ ഇന്ത്യൻ മാർക്കറ്റ്സിനെ പൊതുവെ ഇന്നലെ ഒന്ന് ഡൗണിലേക്ക് പുഷ് ചെയ്ത കാര്യം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിഫ്റ്റ് നിഫ്റ്റീസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 15 പോയിന്റ് പ്ലസിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കാര്യം വെച്ചാൽ US ഫീച്ചേഴ്സ് 8% സ്ട്രോങ് ആണ്. US ഫീച്ചേഴ്സ് സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാൻ കാര്യം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ US ട്രേഡേഴ്സ് ഫെഡ് പോളിസിയിലേക്ക് കുലങ്കുഷമായിട്ട് ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് ശരിക്കും. സോ ഇതെല്ലാം ആണ് മാർക്കറ്റിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് ശരി. സോ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത 9:30 മണി മുതൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ്. ദാറ്റ് മീൻസ് ഇനിയും ഒരു 2-2.25 മണിക്കൂർ സമയമുണ്ട്. അതിനിടയിൽ വാറിനെ സംബന്ധിച്ച് ഏത് ന്യൂസ് വന്നാലും തീർച്ചയായും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏഷ്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വീക്കായിട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് പല ഏഷ്യൻ മാർക്കറ്റിലും 8% പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് തിരിച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുമെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഈ ഡെയിലിക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ, അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. എനിവേ റിസൾട്ട് സീസണിൻ്റെ ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാരുതിയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വാസ് ക്വൈറ്റ് വീക്ക്. സ്ട്രോങ് റിസൾട്ട് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. സോ ഫാർ 30% ലാർജ് ക്യാപ്സിന് മാത്രമേ നല്ല റിസൾട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ ദിവസങ്ങളിൽ. ഇനിയും ലാർജ് ക്യാപ്പിൻ്റെ പല ലാർജ് ക്യാപ്പിൻ്റെ റിസൾട്ട് വരാൻ കിടക്കുന്നു. അതേസമയം 70-75% ആണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്ന എക്സലൻറ്റ് റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആണ് ലീഡ് ചെയ്യുന്നത്. ലാർജ് ക്യാപ്പിനെ സംബന്ധിച്ച് ലീഡർഷിപ്പ് ആ പാർട്ട് റിസൾട്ടിൻ്റെ പുറത്ത് കുറച്ച് വീക്കായി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ സംതിങ് 300-350 കമ്പനികളിൽ സോഫർ റിസൾട്ട് തന്നിട്ടുള്ളൂ. കാരണം ആനുവൽ റിസൾട്ടാണ്, ഓഡിറ്റ് റിസൾട്ടാണ്. ഇറ്റ് ടേക്സ് ടൈം. ഇനിയും അടുത്തൊരു 3 വീക്സ് 4 വീക്സ് എങ്കിലും റിസൾട്ട് ഓടിയാൽ മാത്രമേ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പനികൾ കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബൈ മെയ് എൻഡോടുകൂടി നമുക്ക് കംപ്ലീഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ ഇനി മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം റിസൾട്ട് തന്നെയാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. സ്ട്രോങ് കമ്പനീസ്, സ്ട്രോങ് റിസൾട്ട്. പ്ലീസ് ഫോളോ ദാറ്റ്.